ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. സോ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വീടിൻ്റെ കീ പോയി മേടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. What is that? അവർ വന്ന ഗിഫ്റ്റാ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓപ്പൺ ദ ഡോർ. There is a key? Oh, go. Adi kudukku. Adi is going to open the door. Illa open chey. Go over. She doesn't know. Makku open chey. Yeah. Wait. Oh. Adiya? Ah, okay. Yeah. This is way better than our house, right? Light it up. Light it up. Adi, where is the key? Where is the key, Adi? ഇങ്ങനെ ഞങ്ങൾ വീടിനകത്ത് കയറി. ഇത് ഒന്നുമില്ല, എംറ്റി ഹൗസാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. എല്ലാം സാധനങ്ങൾ മേടിച്ചിടാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഒരു എംറ്റി ഹൗസ് ടൂർ കാണാം. ഓക്കെ, എംറ്റി ഹൗസാണെന്ന് പറഞ്ഞാലും ദേ കിടക്കുന്ന സോഫയൊക്കെ അവരോട് ഇട്ടിട്ട് പോയതാണ്. ഞങ്ങളോട് ചോദിച്ചായിരുന്നു സോഫയൊക്കെ ഇട്ടിട്ട് പോട്ടെ എന്ന്. ഞങ്ങൾ ഓക്കെ, നോ പ്രോബ്ലം, കുഴപ്പമില്ല, എന്തായാലും ആവശ്യമുള്ളതൊക്കെ അവർ ഇട്ടിട്ട് പോകാൻ പറ്റുന്നൊക്കെ ഇട്ടിട്ട് പോട്ടെ, ബാക്കി നമുക്ക് അത് കുറച്ച് മേടിച്ചാൽ മതിയല്ലോ. പക്ഷേ എന്തായാലും ലെതറിൻ്റെ, നല്ല ഒറിജിനൽ ലെതറിൻ്റെ സോഫയാണ്. ഞങ്ങൾ ഓക്കെ, താങ്ക് യു സോ മച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതൊരു ബോണസ് പോലെ ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ. അപ്പം ഇതൊരു ഇലക്ട്രിക് ഹീറ്ററാണ്, അതും അവരോട് വെച്ചിട്ട് പോയതാണ്. പിന്നെ ഇത് രണ്ടും സോഫ, ഒരു 5 സീറ്റർ സോഫ, പിന്നെ ഒരു ഫ്ലവർ വേസ്, വലിയൊരു ഫ്ലവർ വേസ്. ഇത് സ്റ്റെയർസിൻ്റെ അടിയിൽ അവരിവിടെ ആയിരുന്നു വാഷിംഗ് മെഷീനൊക്കെ വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഒരു സ്റ്റോർ റൂം പോലെ നമുക്ക് എന്തെങ്കിലും ആക്കി എടുക്കണം. എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ് എന്തൊക്കെയാണ്. അപ്പോൾ അവൻ ഓൾറെഡി പ്ലാൻ ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. ഇത് കിച്ചണാണ്. പിന്നെ ഈ കാണുന്ന 2 മിറർ, അതും അവരവിടെ വെച്ചിട്ട് പോയത്. വലിയ 2 മിററാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ 2 മിറേഴ്സും. ഇത് ബാക്ക് യാർഡ്, അതായത് കുറച്ച് ഭാഗം നമുക്ക് അവിടെ ഫുൾ ടൈൽസാണ് വിട്ടിരിക്കുന്നത്. ബാക്കിൽ ഒരു സൈഡ്, മറ്റേ സൈഡ് ഗ്രാസും, പിന്നെ അവിടെ നിന്ന് കുറച്ച് താഴോട്ട് ഇറങ്ങിപ്പോയാൽ വീണ്ടും ടൈൽസ് ഇട്ടിട്ട ഒരു ഏരിയ ആയിട്ട്, അതും നമ്മുടെ ഒരു ഭാഗം തന്നെയാണ് വരുന്നത്. അപ്പം ഒരു ശരിക്കുള്ളൊരു ഹോം ടൂർ എല്ലാം റെഡി ആയിട്ട് ഞാൻ നല്ല ഫുള്ളൊരു വീഡിയോ എടുത്ത് കാണിക്കാം. ഇതിപ്പോൾ തൽക്കാലം ഒരു നമ്മുടെ എംറ്റി ഹൗസ് ഫസ്റ്റ് ഡേ ആണ്, നമ്മുടെ കീ മേടിച്ച് വന്നതേ ഉള്ളൂ. അതാണ് ഈ കാണുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഫ്രിഡ്ജും ഇൻറ്റഗ്രേറ്റഡ് ഫ്രിഡ്ജാണ്, ഒരു വലിയൊരു ഫ്രിഡ്ജാണ്. മുകളിൽ നോർമൽ സ്പേസും താഴെ ഫ്രീസറും ആയിട്ട്. അതും നമുക്കൊരു ബോണസ് ആയിരുന്നു ഇക്കൂട്ടത്തിൽ കിട്ടിയത്. ഇപ്പോൾ ഇവിടെയുള്ള വീടുകൾ മേടിക്കുമ്പോൾ അവർ സെല്ലേഴ്സ് ചില സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് പോകും. നല്ലതാണെങ്കിൽ നമുക്ക് അവിടെ അതൊരു ബോണസ് ആയിരിക്കും. അവർ ചോദിക്കും നമ്മളിതൊക്കെ വെച്ചിട്ട് പോകണോ വേണോ. ചിലവർ അതിന് പൈസ മേടിക്കും, അതിന് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ചിലർ അത് ഫ്രീ ആയിട്ട് വെച്ചിട്ട് പോകും. അപ്പം നമുക്ക് ദൈവം അനുഗ്രഹിച്ചത് കുറച്ച് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. എനിക്ക് അത് വലിയൊരു സഹായമായിരുന്നു നമുക്ക്. ഇത് ടോയ്ലറ്റ് നമുക്ക് നമ്മുടെ ഷവറാണ് ടോയ്ലറ്റ് വരുന്നത്, ബാത്ത് ടബല്ല. കാരണം ബാത്ത് ടബിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഞങ്ങൾക്ക്. കാരണം തെന്നി വീഴാനൊക്കെയുള്ള ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, ചിലർക്ക് അത്. ഇപ്പം എനിക്ക് ആദ്യം ബാത്ത് ടബ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നീട് അത് തെന്നി വീഴാനുള്ളൊക്കെ ഒരു ചാൻസ്, ഖത്തറിൽ വെച്ചൊക്കെ ഞാൻ 2 തവണ ബാത്ത് ടബിൽ നിന്ന് തെന്നി വീഴാൻ പോയിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് പിന്നെ ഷവറിലോട്ട് മാറി ആ ഒരു ഇൻട്രസ്റ്റ്. അപ്പോൾ ഇവിടെ ഒരു ഞങ്ങൾക്ക് ഷവറാണ് വന്നിരിക്കുന്നത്, അതും ഒത്തിരി നമുക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു.
അങ്ങനെ ഒരു ഒറ്റ ബാത്റൂമേ ഉള്ളൂ നമുക്ക് ഈ വീട്ടിൽ. താഴെ ഇനി സ്റ്റേ കേസിൽ വേണമെങ്കിലൊരു ബാത്റൂം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിൻ്റെ പ്ലാനിങ്ങൊക്കെ ഇനിയെല്ലാം ഒന്ന് സെറ്റായതിന് ശേഷം നമ്മൾ നോക്കണം. അങ്ങനെ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് അറ്റ് ദ മൊമെൻറ്റ്. പിന്നെ ഇനി നമുക്ക് ബെഡ്റൂംസൊക്കെ കാണാം. എല്ലാം എംറ്റിയാണ്. അപ്പോൾ ഇതാണ് ആക്ച്വലി മാസ്റ്റർ ബെഡ്റൂം, വലിയ ബെഡ്റൂം. ലൈറ്റ്സ് എല്ലാം അവിടെ അവർ വെച്ചിട്ട് പോയതാണ്. കേർട്ടൻസൊക്കെ ഇനി അത് നമുക്ക് മാറ്റി എല്ലാം ചെയ്യണം. ഇവിടെ ഇത് കണ്ടോ, നമുക്ക് കബോർഡ് വെക്കാനുള്ള സ്പേസ് എല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷെ കബോർഡൊന്നും അവർ വെക്കാതെ അവർക്കില്ലായിരുന്നു തോന്നുന്നു. ജസ്റ്റ് ഒരു റെയിൽസ് വെച്ചിട്ട് കുറച്ച് കേർട്ടനൊക്കെ ഇട്ടാണ് അവരവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമുക്കതെല്ലാം ഇനി കബോർഡാക്കി മാറ്റണം. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. എല്ലാം സെറ്റാക്കിയിട്ട് വേണം നമുക്ക് ഫുള്ളൊരു വീഡിയോ എടുക്കാനായിട്ട്. പിന്നെ ഇത് സെക്കൻഡ് ബെഡ്റൂം. ഈ കാണുന്നത് സെക്കൻഡ് ബെഡ്റൂമിൽ നിന്ന് ഫ്രണ്ടിലോട്ടുള്ള വ്യൂ ആണ് കേട്ടോ. ഫ്രണ്ട് നമുക്ക് റോഡാണ്, ബസ് റൂട്ടാണ്. അപ്പം അത് വലിയൊരു സൗകര്യമാണ്, ദൈവം അനുഗ്രഹിച്ച്. സോ അത് കിട്ടുന്നത് എങ്ങനെയാണ് വിൻഡോ ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതിൻ്റെ ആണ്. അവൻ ഒത്തിരി ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഒത്തിരി ക്യൂരിയസാണ്. പുള്ളിക്കാരൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അതൊക്കെ ഓരോന്നും ഓരോ ത്രെഡും എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരുന്നവൻ. പിന്നെ ഈ കാണുന്നതാണ് മൂന്നാമത്തെ ബെഡ്റൂം. ആക്ച്വലി ഞങ്ങളിവിടെ കുറേ വീടുകൾ കണ്ടതിൽ തേർഡ് ബെഡ്റൂം എപ്പോഴും ചെറുതായിരിക്കും. ഈ വീട്ടിലും അങ്ങനെ തന്നെ തേർഡ് ബെഡ്റൂം ചെറുതാണ്. പക്ഷെ ഞങ്ങൾ ഇതുവരെ കണ്ട വീടുകളിൽ ഈ വീട്ടിലെ തേർഡ് ബെഡ്റൂം ഇച്ചിരി വലുതാണ് കമ്പാരിറ്റീവ്ലി. നമുക്കൊരു ബെഡും ഒരു കബോർഡും ഒക്കെ വെക്കുന്നുള്ള സ്പേസ് ഉണ്ട്. അതൊക്കെ കൊണ്ടാണ് ഇത് വീട് ഇഷ്ടപ്പെടാനുള്ള വേറൊരു കാരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് പാലുകാച്ചിന് കാണാം. ഓക്കെ.